Our next award is for Best News-Based Program Presenter. Let's find out who is the winner. With over 25 years in journalism, this assistant executive editor at a prominent Malayalam news channel has made a substantial impact on the media industry. Beginning his career in 1997 with NTV, he has excelled at Kairali Asianet in India Vision, where he contributed to current affairs programming. Known for his innovative approach, he developed the news format at Asianet Cablevision and shaped the Rose Bowl channel. His acclaimed programs include Uttaram and Vicharana, which highlight his expertise in investigative journalism. Additionally, he has co-authored a popular book on real-life stories and received numerous awards for his contributions to journalism and media. 21st Manappuram Minalai Media Awards for Best News-Based Program Presenter is bestowed upon Aravind V. Arasial Galata, 24 News. Inviting on stage Mr. V. Aravind, Best News-Based Program Presenter. വേഗത്തിൽ പറയാം, ഈ അരസിയൽ ഗലാട്ട എന്നൊരു പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്തതിനാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഒരു തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ചൊരു വിശദമായ ഒരു പുസ്തകം എഴുതണമെന്ന ലക്ഷ്യത്തോടെ കുറേ നാളുകളായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിന് വേണ്ടി അത് അവതരിപ്പിക്കാൻ തുടങ്ങി. അതിന് പ്രത്യേകിച്ചൊരു പ്ലാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ആദ്യത്തെ 1-2 എണ്ണം ചെയ്തു കഴിഞ്ഞപ്പോൾ കൊള്ളാമെന്ന അഭിപ്രായം വന്നു. എൻ്റെ ഇവിടെ എത്തിയപ്പോൾ, ഈ ഹാളിൽ എത്തിയപ്പോൾ വളരെ അവിചാരിതമായി അതിൻ്റെ എഡിറ്ററായിരുന്ന സുജിത്ത് ഇവിടെ ഉണ്ട്. ഇവിടെ മറ്റൊരു സുഹൃത്തുമായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ സുജിത്തും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇതിനെ ഒരു രൂപത്തിലാക്കിയപ്പോൾ അത് കൊള്ളാമെന്നും അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും മനസ്സിലായപ്പോൾ അത് തുടർന്നു വന്നേ ഉള്ളൂ. 2-3 വർഷമായി അത് തുടങ്ങിയിട്ട്. സമയം കിട്ടുമ്പോൾ അതിൻ്റെ എപ്പിസോഡുകൾ പിന്നെയും പുതിയ ഏരിയകൾ ചെയ്യാറുണ്ട്. പക്ഷെ പുസ്തകം എഴുത്ത് മാത്രം ഇതുവരെ തീർന്നിട്ടില്ല. ഈ അവാർഡ് പലർക്കും പ്രചോദനമാകുമ്പോൾ എൻ്റെ പുസ്തകം എഴുത്തിന് ഈ അവാർഡുകൾ വീണ്ടും എപ്പിസോഡുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നല്ലാതെ പുസ്തകം തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. എന്നാലും വളരെ സന്തോഷം. വളരെ ഒരു ജേർണലിസ്റ്റ് ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നത് വളരെ വിഷമം പിടിച്ചൊരു കാലഘട്ടത്തിലൂടെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് വാർത്തകൾ, വിഷമിപ്പിക്കുന്ന വാർത്തകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാൻ വയനാട് നിന്ന് മടങ്ങി എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പലപ്പോഴും ഈ അവാർഡ് ലഭിച്ചു എന്ന് അറിയുന്നത് തന്നെ വയനാട് നിൽക്കുമ്പോഴാണ്. എന്തായാലും ചെറിയ സന്തോഷം, ഈ വലിയ പ്രശ്നങ്ങൾക്കിടയിൽ ചെറിയ സന്തോഷം. നന്ദി.